സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാൻ എല്ലാ RTO ഓഫീസർക്കും ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തലവനായി 3 അംഗ സ്ക്വാഡാണ് രൂപീകരിക്കുക. മിന്നൽ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തുകയാണ് സ്ക്വാഡുകളുടെ ചുമതല. ജോയിന്റ് RTOയ്ക്കാണ് സ്ക്വാഡുകളുടെ മേൽനോട്ട ചുമതല. എല്ലാ ബസ്സുകളുടെയും മുൻ കേസുകൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. യാത്രക്കാരുടെ ലഗേജ് അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ബംഗളൂരുവിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി. മർദ്ദനമേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. ഇവരെ DGP ഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. സംഭവിച്ച കാര്യങ്ങൾ വിശദമായി എഴുതി തരുവാനും ആവശ്യപ്പെട്ട് DGP കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ഇതിനിടെ കല്ലട ബസ് യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായ നടപടികൾ ഹിന്ദുവേട്ടയാണെന്ന വർഗീയ പ്രചരണവുമായി സംഘപരിവാർ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ബസ്സിൽ വെച്ച് യാത്രക്കാർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ സമൂഹത്തിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിന്റെ ഫലമായി കല്ലട ട്രാവൽസിനെതിരെ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കല്ലട ട്രാവൽസിനെതിരെ നിരവധി പേർ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ബസ് ജീവനക്കാർ ഗുണ്ടകളെ പോലെ തങ്ങളെ ആക്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയതുമായ വിവരങ്ങൾ സ്ത്രീകളും വൃദ്ധരുമടക്കം പങ്കുവയ്ക്കുകയും ചെയ്തതിന്റെ പിന്നാലെയായിരുന്നു സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി. എന്നാൽ ഈ പരാതികളെല്ലാം ഹിന്ദുവിന്റെ ബിസിനസ് സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നു എന്ന വർഗീയ പ്രചരണമാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത്. കല്ലട ബസിന്റെ പെർമിറ്റുകൾ റദ്ദ് ചെയ്തും യാത്രക്കാരെ മർദ്ദിച്ച ജീവനക്കാരെ അറസ്റ്റ് ചെയ്തും ഉടമ സുരേഷ് കല്ലടയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ സർക്കാർ തുടരുന്ന ഹൈന്ദവ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്നാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഉയർന്ന ആരോപണങ്ങൾ. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അതിക്രമം നടത്തിയ ബസ് ജീവനക്കാരനെയും മാനേജരെയും അറസ്റ്റ് ചെയ്യുകയും ബസ് കസ്റ്റഡിയിലെടുത്ത് പെർമിറ്റ് റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രൈവറ്റ് ബസ്സുകളെ നിയന്ത്രിക്കാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.